ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികളും അവയുടെ വിവരങ്ങളുമാണ്. പ്രധാനമന്ത്രിയുടെ പേരിൽ 40 പദ്ധതികളുണ്ട്. അവ ഏതെല്ലാമാണെന്നും അവ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും നോക്കാം. ഇത് മനോരമ പേപ്പറിൽ വന്നൊരു വാർത്തയുടെ ഭാഗമാണ്. പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ PM ആശ. പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ PM ആശ. വിളകൾക്ക് മികച്ച വില ലഭ്യമാക്കാൻ. അന്നദാത എന്നാൽ നമുക്ക് ഭക്ഷണം തരുന്ന ആളാണല്ലോ. അപ്പോൾ വിളകൾക്ക് മികച്ച വില ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ PM ആശ. കർഷകർക്കുള്ള സംരക്ഷണമായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ PM ആശ. വിളകൾക്ക് മികച്ച വില ലഭ്യമാക്കാൻ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി കെയർ. 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ്. 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ മോദി കെയർ. പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന. എല്ലാ വീടുകൾക്കും വൈദ്യുതി. സൗഭാഗ്യം എന്നാൽ ഇവിടെ വൈദ്യുതി എന്നാണ് അർത്ഥം. എല്ലാ വീടുകൾക്കും വൈദ്യുതിയാണ് പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന. എല്ലാ വീടുകൾക്കും വൈദ്യുതി പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന. പ്രധാനമന്ത്രി ശൗചാലയ യോജന. എല്ലാ വീടുകളിലും ശുചിമുറി. അത് പേരിൽ തന്നെ ഉണ്ട്. പ്രധാനമന്ത്രി ശൗചാലയ യോജന. എല്ലാ വീടുകളിലും ശുചിമുറി. ശുചിമുറി. പ്രധാനമന്ത്രി റിസർച്ച് ഫെലോഷിപ്പ് സ്കീം. ബിടെക് വിദ്യാർത്ഥികൾക്ക് PhD പൂർത്തിയാക്കുവാൻ സഹായം. പ്രധാനമന്ത്രി റിസർച്ച് ഫെലോഷിപ്പ് സ്കീം എന്നാൽ ബിടെക് വിദ്യാർത്ഥികൾക്ക് PhD പൂർത്തിയാക്കാനുള്ള സഹായമാണ്. ബിടെക് വിദ്യാർത്ഥികൾക്ക് PhD പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി റിസർച്ച് ഫെലോസ് സ്കീം. അടുത്ത പ്രധാനമന്ത്രി നയി മൻസിൽ യോജന. ന്യൂനപക്ഷങ്ങളിലെ പെൺകുട്ടികൾക്ക് നൈപുണ്യ വികസന പദ്ധതി. പ്രധാനമന്ത്രി നയി മൻസിൽ യോജനയാണ് ന്യൂനപക്ഷങ്ങളിലെ പെൺകുട്ടികൾക്ക് നൈപുണ്യ വികസന പദ്ധതി. പ്രധാനമന്ത്രി നയി മൻസിൽ യോജന. ന്യൂനപക്ഷങ്ങളിലെ പെൺകുട്ടികൾക്ക് നൈപുണ്യ വികസന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന. നഗരങ്ങളിൽ 2022 2 കോടി വീടുകൾ. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന നഗരങ്ങളിൽ 2022 2 കോടി വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. നഗരങ്ങളിൽ 2022 2 കോടി വീടുകൾ. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. ഇത് ഇന്ദിര ആവാസ് യോജന പേര് മാറ്റിയതാണ്. ഇന്ദിര ആവാസ് യോജന എന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നാക്കി. ഇത് ഗ്രാമങ്ങളിൽ BPL വിഭാഗത്തിന് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഗ്രാമങ്ങളിൽ BPL വിഭാഗത്തിന് വീട് നിർമ്മാണത്തിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. അത് ഇന്ദിര ആവാസ് യോജന പേര് മാറ്റിയതാണ്. അടുത്തത് പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന. പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന. അത് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന പേര് മാറ്റിയതാണ്. ഇന്ദിരാഗാന്ധി സഹയോഗ യോജന പേര് മാറ്റി പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന എന്നാക്കി. ഇത് പാവപ്പെട്ട അമ്മമാർക്ക് ആദ്യ പ്രസവത്തിന് സഹായമാണ്. പാവപ്പെട്ട അമ്മമാർക്കുള്ള ആദ്യ പ്രസവത്തിനുള്ള സഹായമാണ് പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്നായിരുന്നു ആദ്യം പേര്. അതിപ്പോൾ പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന എന്നാക്കി. അടുത്ത പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. മാതൃക ഗ്രാമ വികസനത്തിനാണ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. മാതൃക ഗ്രാമ വികസനത്തിന്. അടുത്ത പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. നൈപുണ്യ വികസനത്തിന്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന നൈപുണ്യ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. 18-50 പ്രായപരിധിയിലുള്ള പാവപ്പെട്ടവർക്കുള്ള ലൈഫ് ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന 18 മുതൽ 50 വരെ പ്രായപരിധിയിലുള്ള പാവപ്പെട്ടവർക്കുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. പാവപ്പെട്ടവർക്കുള്ള അപകട ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. പാവപ്പെട്ടവർക്കുള്ള അപകട ഇൻഷുറൻസ്. പ്രധാനമന്ത്രി ജൻധൻ യോജന. പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്
പ്രധാനമന്ത്രി ജൻധൻ യോജന ഉപയോഗപ്പെടുത്തുന്നത്? പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ. പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മാണം. ഗ്രാമങ്ങളിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന. BPL വിഭാഗത്തിലെ വനിതകൾക്ക് പാചകവാതകം. BPL വിഭാഗത്തിലെ വനിതകൾക്ക് പാചകവാതകത്തിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന. BPL വിഭാഗത്തിലെ വനിതകൾക്ക് പാചകവാതകം. അടുത്ത പ്രധാനമന്ത്രി ജൻ ഔഷധി യോജനയാണ്. പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന. ന്യായവിലയ്ക്ക് മരുന്നുകൾ. ന്യായവിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന. പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന. പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. വ്യവസായ നിർമ്മാണ പ്രോത്സാഹനം. വ്യവസായ നിർമ്മാണ പ്രോത്സാഹനമാണ് പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഉദ്ദേശം. അടുത്ത പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. കാർഷിക ജലസേചനമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ പ്രത്യേകത. കാർഷിക ജലസേചനം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. അടുത്തത് പ്രധാനമന്ത്രി സുരക്ഷാ ബന്ധൻ യോജന. ഗിഫ്റ്റ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബന്ധൻ യോജന ഗിഫ്റ്റ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബന്ധൻ യോജന. അടുത്ത പ്രധാനമന്ത്രി ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. സ്വർണ്ണ നിക്ഷേപത്തിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. സ്വർണ്ണ നിക്ഷേപത്തിന്. പ്രധാനമന്ത്രി സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. സ്വർണം നിക്ഷേപിച്ച് ബോണ്ടായി സൂക്ഷിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. സ്വർണം നിക്ഷേപിച്ച് ബോണ്ടായി സൂക്ഷിക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. അടുത്ത് പ്രധാനമന്ത്രി ഗ്രാമ പരിവഹൻ യോജന. പ്രധാനമന്ത്രി ഗ്രാമ പരിവഹൻ യോജന. ഗ്രാമങ്ങളിൽ വാഹനം വാങ്ങാനുള്ള സഹായമാണ് പ്രധാനമന്ത്രി ഗ്രാമ പരിവഹൻ യോജന. ഗ്രാമങ്ങളിൽ വാഹനം വാങ്ങാൻ സഹായം. പ്രധാനമന്ത്രി ഗ്രാമ പരിവഹൻ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. തൊഴിലാളികളുടെ എംപ്ലോയീസ് PF-ലേക്ക് 8.33% സർക്കാർ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. തൊഴിലാളികളുടെ എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ടിലേക്ക് 8.33% സർക്കാർ നൽകുന്ന പദ്ധതിയാണിത്. അടുത്ത പ്രധാനമന്ത്രി ഖനിജ് ക്ഷേത്ര കല്യാൺ യോജന. ഖനി തൊഴിലാളികളുടെ ക്ഷേമത്തിന്. ഖനി തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഖനിജ് ക്ഷേത്ര കല്യാൺ യോജന. പ്രധാനമന്ത്രി ഖനിജ് ക്ഷേത്ര കല്യാൺ യോജന. ഖനി തൊഴിലാളികളുടെ ക്ഷേമത്തിന്. അടുത്ത പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതി. ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡ് വഴി നടപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതി. ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡ് വഴി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി യുവ യോജന. പ്രധാനമന്ത്രി യുവ യോജന. വ്യവസായ സംരംഭകർക്ക് പരിസ്ഥിതി പരിശീലനം. യുവ വ്യവസായ സംരംഭകർക്ക് പരിസ്ഥിതി പരിശീലനം. പ്രധാനമന്ത്രി യുവ യോജന. അടുത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. കള്ളപ്പണം നിയമവിധേയമാക്കൽ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ് കള്ളപ്പണം നിയമവിധേയമാക്കൽ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. അടുത്ത പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന. 20 എയിംസുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന. സ്വാസ്ഥ്യ സുരക്ഷാ യോജന എയിംസ് സ്ഥാപിക്കാൻ. അടുത്ത പ്രധാനമന്ത്രി ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. 6 കോടി കുടുംബങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരത. 6 കോടി കുടുംബങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. അടുത്ത് പ്രധാനമന്ത്രി ബസ്ത. പ്രധാനമന്ത്രി ബസ്ത. പാഠപുസ്തകങ്ങൾ നെറ്റിലൂടെ ലഭ്യമാക്കാനുള്ള പദ്ധതി. പാഠപുസ്തകങ്ങൾ നെറ്റിലൂടെ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ബസ്ത. അടുത്ത പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പാ പദ്ധതി. വിദ്യാഭ്യാസ വായ്പ തിരഞ്ഞെടുക്കാൻ. വിദ്യാഭ്യാസ വായ്പ തിരഞ്ഞെടുക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പാ പദ്ധതി. അടുത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജന. പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജന. കാർഷിക സമുദ്ര വിഭവ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജന. കാർഷിക സമുദ്ര വിഭവ ഭക്ഷ്യ സംസ്കരണം. അടുത്ത പ്രധാനമന്ത്രി കിസാൻ സമ്മാന പദ്ധതി. കിസാൻ സമ്മാന നിധി. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ
കൊടുക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാന പദ്ധതി. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ കൊടുക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ. അടുത്ത പ്രധാനമന്ത്രി വയോവന്ദന യോജന. പ്രധാനമന്ത്രി വയോവന്ദന യോജന, മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ. മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ നൽകാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി വയോവന്ദന യോജന. പ്രധാനമന്ത്രി വയോവന്ദന യോജന. പ്രധാനമന്ത്രി ക്രെഡിറ്റ് സ്കീം ഫോർ പവർലൂം വീവേഴ്സ്, യന്ത്രവൽകൃത മിൽ തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ക്രെഡിറ്റ് സ്കീം ഫോർ പവർലൂം വീവേഴ്സ്, യന്ത്രവൽകൃത മിൽ തൊഴിലാളികൾക്കുള്ള പദ്ധതി. അടുത്ത പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര, ഗ്രാമങ്ങളിലെ വനിതകൾക്ക് സാങ്കേതിക സഹായം നൽകാൻ. പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര, ഗ്രാമങ്ങളിലെ വനിതകൾക്ക് സാങ്കേതിക സഹായം നൽകാൻ. അടുത്ത പ്രധാനമന്ത്രി മൻ കി ബാത്ത്, ആകാശവാണി വഴി പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നത്. പ്രധാനമന്ത്രി മൻ കി ബാത്ത്, ആകാശവാണി വഴി പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നത്. അവസാനത്തേത് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാം പദ്ധതി. പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാം പദ്ധതി, എംപിമാർ ഒരു ഗ്രാമം തിരഞ്ഞെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതി. എംപിമാർ ഒരു ഗ്രാമം തിരഞ്ഞെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാം പദ്ധതി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.